കളറങ്ങനെ സ്കാമിൽ പെട്ടതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ അടുത്ത് നന്നായിട്ട് പെരുമാറിയുകൊണ്ട് ഞങ്ങളെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട് അയാൾ. ശ്രദ്ധിക്കാവുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സമയത്ത് ഇവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. നരൻ മൂവിയുടെ ഒരു കുറേ സിഗ്നിഫിക്കൻറ്റ് പോർഷൻസ് കാവേരി നദിയിലാണ് എടുത്തിരിക്കുന്നത്. ഹായ് ഗായ്സ്. ഓക്കെ, അപ്പോൾ ഇന്ന് നല്ലൊരു വീക്കെൻഡായിട്ട് നമ്മളൊരു റോഡ് ട്രിപ്പ് ചെയ്യാൻ പോവാണ്. ബാംഗ്ലൂർ ടു ഹൊഗനക്കിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. എൻ്റെ ഭാര്യയുടെ ഉറക്ക കാരണം ഭാര്യ നല്ല വെട്ടിയിട്ട് വാടത്തിൻ്റെ പോലെ കിടന്നുറങ്ങാണ്. അതുകൊണ്ടാണ് ലേറ്റ് ആവാനുള്ള കാരണം. ഇപ്പോൾ സമയം ചുമ്മാ ഒന്നുമല്ല, രാവിലെ ഇല്ല രാവിലെ ശരിക്കും നമ്മള് രാവിലെ 6:30 ഇറങ്ങാൻ വേണ്ടി ഇരുന്നതാണ്. ഇപ്പം സമയം 7:45. ബാംഗ്ലൂർ ടു ഹൊഗനക്കിൽ എന്ന് പറയുന്ന ഒരു 3 മണിക്കൂർ 20 മിനിറ്റാണ് കാണിക്കുന്നത്. 125 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹൊസൂറിൽ നിന്ന് അത്തിബല്ല എന്നൊരു സ്ഥലം വഴിയാണ് പോകുന്നത്. റൂട്ടിൽ നിന്ന് നമ്മളിതുവരെ പോയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഓക്കെ, എല്ലാവരും ഫസ്റ്റ് ടൈമാണ്. ഞാൻ ശ്വേതയുടെ അനിയനും കൂടെ ഉണ്ട്, ഹരി ഇപ്പോൾ വരും. അപ്പോൾ നമ്മൾ 3 പേരും ഇവിടെയാണ് പോകാൻ പോകുന്നത്. സമയം 7:45. നമ്മളൊരു 10-10:30 ആകുമ്പോഴത്തേക്ക് അവിടെ എത്തും എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ബാംഗ്ലൂർ ആണല്ലോ, പറയാൻ പറ്റില്ല. ഇന്ന് വീക്കെൻഡായിട്ട് ട്രാഫിക് ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല ആ റൂട്ട്. എന്തായാലും പോയി നോക്കാം. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ബാംഗ്ലൂർ ടു ഹൊഗനക്കൽ റോഡ് ട്രിപ്പ്. ഇതാണ് ഹരി. ഹായ് പറ ഹരി. നമ്മൾ മടിവാളെത്താൻ പോണേ. എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ട്രാഫിക് തോന്നുന്ന ഒരു സ്ഥലമാണ് മടിവാള. കാരണം മടിവാളനാണ് എപ്പോഴും മിക്കവാറും ബസ്സൊക്കെ കയറുന്നത്. മടിവാളനാണ് നമ്മൾ എപ്പോഴും നാട്ടിലോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ബസ് കയറുന്നത്. പക്ഷെ ഇവിടെ തൊട്ടടുത്താണ്, കോറമംഗലാണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷെ കോറമംഗല ടു മടിവാള പോകാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 2 കിലോമീറ്റർ എന്തോ ഉള്ളൂ നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, ബസ് കയറുന്ന സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ 2 കിലോമീറ്റർ ഏതാണ്ട് 10-20 മിനിറ്റ് എടുക്കും. എസ്പെഷ്യലി വൈകിട്ട് ഒരു 5 മണി തൊട്ട് 7 മണി വരെ ടൈം ആണെങ്കിൽ അടുക്കാൻ പറ്റില്ല, അമ്മാതിരി ട്രാഫിക് ആയിരിക്കും. ഇന്നിപ്പം വീക്കെൻഡ് ആയതുകൊണ്ട് അധികം ട്രാഫിക് ഇല്ല. ഹായ്, ആർ യു എക്സൈറ്റഡ് ഫോർ അവർ വീക്കെൻഡ് ട്രിപ്പ്? എന്നെ சொல்றா? എനിക്ക് ശരിക്കും ഈ ട്രിപ്പിനെക്കാളും എവിടെയെങ്കിലും നല്ല ഫുഡ് അടിക്കുക, അതാണ് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നല്ല ഫുഡ് സ്പോട്ടുകൾ. പക്ഷേ ഇങ്ങനെ പോകുന്ന വഴിയിൽ നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പെട്രോൾ അടിച്ച് നോക്കുക. നൈസ് പ്ലേസ്. നമ്മളിപ്പോൾ അങ്ങനെ സിറ്റി തിരക്കി നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് പച്ചപ്പൊക്കെ ഉള്ള കുറച്ച് ഹരിത ഭൂമിയിലോട്ട് കയറിയിരിക്കുകയാണ്. 2 സൈഡിലും അടിച്ചു കൊടുക്കും. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഡ്രൈവർ ചേഞ്ച് ആയിരിക്കുകയാണ് ഗൈസ്. ഹരിക്ക് വീഡിയോയിൽ വരുന്ന താല്പര്യമില്ല, പൂക്കിയാണ് പൂക്കി. ഇത് ശരിക്കും ഏതോ ഒരു കാട്ട് റൂട്ട് പോലെ ഉണ്ട്, പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. ഡ്രൈവ് ചെയ്യാൻ സുഖം, നല്ല റോഡാണ്. ഈ ഇടയ്ക്ക് കുറച്ച് വില്ലേജ് ഏരിയാസിൽ കുറച്ച് റോഡ് പ്രശ്നമാണെങ്കിൽ പോലും ഇതേപോലത്തുള്ള ഏരിയ വരുമ്പോഴത്തേക്കും സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള ഏരിയ വരുമ്പോഴത്തേക്കും നല്ല റോഡ്. അതുകൊണ്ട് പക്ഷെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പാരഡൈസ് ആണ്. ഈ ഒരു റൂട്ടില് അധികം ഹോട്ടൽസ് ഒന്നുമില്ല. നല്ല ഇപ്പം നമ്മൾ നോക്കിയപ്പോഴും കോഫി ടീ ഒക്കെ കിട്ടുന്ന കടയല്ലാതെ നല്ല ഹോട്ടൽസ് ഒന്നുമില്ല. അതുകൊണ്ട് ഒന്നുകിൽ ഹൊഗനക്കിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ഇല്ലെങ്കിൽ നമ്മൾ സിറ്റിയിൽ നിന്ന് തന്നെ ഹൈവേന്ന് തന്നെ എവിടെന്നെങ്കിലും കഴിച്ചിട്ട് ഇങ്ങോട്ട് കയറുക. ഇവിടെ എലിഫന്റ് ക്രോസിംഗ് ഉണ്ടോ? എവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ബോർഡുണ്ടോ? ശരിക്കും ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഇപ്പൊ ട്രിവാൻഡ്രം ടു സേലം പിന്നെ അവിടെ നിന്ന് ബാംഗ്ലൂർ വന്നല്ലാതെ ഒരു ട്രിപ്പ് പോലെ പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ട്. അപ്പൊ എന്തായാലും വണ്ടിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്നൊന്നും നമ്മൾ ഇപ്പൊ നോക്കാറായിട്ടില്ല. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഈ ഏരിയ ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കി ശരിയാണെങ്കിൽ ഒരുപാട് ഈ ഫാം ഹൗസ് ഒക്കെയാണ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കുറെ ഇവിടെയൊക്കെ. ഈ ഫാം ഹൗസ് പോലെയൊക്കെ ഈ വെക്കേഷനൊക്കെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ വീടുകൾ, അങ്ങനത്തെ വില്ല പ്രോജക്ട്സ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഈ സൈഡിൽ. ചെറിയൊരു ബ്ലോക്ക് കിട്ടി, കുഴപ്പമില്ല. ആ മല കൊള്ളാം അല്ലേ? അതിന് മുകളിലൊരു അമ്പലം പോലത്തെ എന്തോ സെറ്റപ്പ് ഉണ്ട്. നല്ല റോഡാണ് കേട്ടോ ഓടിക്കാനൊക്കെ.
ഇടയ്ക്കുള്ള ഒരു കയറ്റം ഇറക്കവും മാറ്റി കഴിഞ്ഞാല് സുഖമാണ് ഓടിക്കാൻ. എന്തോണ്ടാ എന്തേലും പറ. ഹൊഗനക്കിൽ നമ്മൾ പോയിട്ടില്ലല്ലോ. ഹൊഗനക്കിൽ എവിടെയാ ലൊക്കേറ്റ് ചെയ്യുന്നത് കറക്റ്റ്? ആ പാറ കണ്ടോ? ഇപ്പൊ വീഴില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു സൈഡ് ഇല്ല ശരിക്കും, കാരണം ഉരുണ്ട് വീണ ഇവിടെ കിടക്കും. കോഫി കുടിച്ചാലോ? അങ്ങ് പോലാം. ബ്രെഡ് ഓംലെറ്റ് എല്ലാം ഇருக்கு. നൈസ്. ഒരു കോഫി കട. ചെറിയൊരു കോഫി കട ഉണ്ട്. കൂട്ടമല്ലെന്നാലും പരവായില്ല. ഇങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് എത്തിരിക്കുകയാണ്. ഹായ്, ഉള്ള ഡിസൈനൊക്കെ ഉണ്ട്. யாரும் ட்ரை பண்ண போற? சொல்லு, நீங்க சொல்லு. இதுல இது கையிலே சாப்பிடலாம். ബ്രെഡ് ഓംലെറ്റ് ഫ്രം ആ പ്ലേസിന്റെ പേര് പറഞ്ഞോടാ. നീലഗിരിയാ? മേലഗിരി. சூப்பரா இருக்கு, எல்லாரும் வாங்க. ஆக்சுவலி நைட் நல்ல டேஸ் ഉണ്ട്. ஆக்சுவலி வெரி டேஸ்டி. தி பைத்தியம் வீடியோ மாம்ஸ் மேஜிக் நான் வாங்கல, என் தம்பி வாங்குனான். சாப்பிட்டு எப்படி இருக்குன்னு சொல்லு. How's it? നമ്മൾ ചെറിയൊരു പിറ്റ് സ്റ്റോപ്പ് എടുത്തിട്ട് ഒരു ടീ കോഫി ഒക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. ഇതിപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത് കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ആണിത്. സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ആനയെ കൊണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആനയൊന്നും വരാൻ സാധ്യതയില്ല. കണ്ടാൽ കൊള്ളായിരുന്നു അല്ലേ? ഇത്രയും നേരം കിടിലൻ റോഡിൽ വന്നിട്ട് ഇവിടുന്ന് ഒരു എൻട്രി ഫീ മേടിച്ചായിരുന്നു ഞങ്ങൾ. അവിടെ ഒരു ആർച്ച് പോലെ വെച്ചിട്ട് കാവേരി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറഞ്ഞിട്ട് അവിടെ 50 രൂപ മേടിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് നല്ല സൂപ്പറായിട്ടുണ്ട്, വൃത്തികേടായിട്ട്. പോരാ എന്തിനാന്താ അവിടെ കാശ് മേടിച്ചത്? വെറുതെ ആയിപ്പോയി. 50 രൂപ മേടിച്ചിട്ട് നോക്കിയാണ് റോഡ് കിടക്കുന്നത്. അതിന് മുമ്പ് വരെ നല്ല ഉഗ്ര റോഡായിരുന്നു. അത് പറഞ്ഞുകൊണ്ട് വന്ന നല്ല ഉഗ്ര റോഡൊന്ന്. നമ്മളൊരു 4-5 കിലോമീറ്റർ ആയിട്ട് വൃത്തികെട്ട റോഡിൽ കൂടെ പൊക്കൊണ്ടിരിക്കുകയാണ്. 10 കിലോമീറ്റേഴ്സാ? അവിടെ ഒരു 50 രൂപ കൊടുത്തു. പിന്നെ ഇവിടെ ഹൊഗനക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കയ്യിൽ 100 രൂപ മേടിച്ചു. എന്തിനാണെന്ന് പറഞ്ഞൂടെ? പോലീസല്ല, ഇവിടുത്തെ പഞ്ചായത്ത് ആൾക്കാരെന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ നീല ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് വന്ന് മേടിച്ചത്. എന്തിനാണെന്ന് പറഞ്ഞൂടെ കേട്ടാ. 100 രൂപ അത് എൻട്രി ഫീ എന്ന് ഹൊഗനക്കിലോട്ടുള്ള. അത് ഈ പോലീസുകാരെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആരും അല്ല അവിടെ നിന്ന് മേടിച്ചത്. അങ്ങനെ നമ്മൾ ഹൊഗനക്കിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നതിന് മുതൽ ആൾക്കാർ നമ്മളെ ചുറ്റിനും കൂടും. കാരണം ഇവിടെ ബോട്ടിങ്ങും പിന്നെ ഇവിടെ ഫിഷ് ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന പോലത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്ന മുതൽ ആൾക്കാർ നമ്മളെ പൊതിയാൻ തുടങ്ങും. ഓരോരുത്തർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബോട്ടിങ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ 1 മണിക്കൂർ 3 പേർക്കും കൂടെ 1500 രൂപയാണ് പറയുന്നത്. നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇവിടെ ഫിക്സ്ഡ് റേറ്റ്, ഗവൺമെൻറ്റിൻ്റെ ഫിക്സ്ഡ് റേറ്റ് എന്നാണ് ഇവിടെ ചോദിച്ച് പറഞ്ഞത്. ഹൊഗനക്കിൽ എന്ന് പറഞ്ഞ സ്ഥലം ബോർഡർ തമിഴ്നാട് കർണാടക ബോർഡറിലാണെങ്കിലും തമിഴ്നാട് ധർമ്മപുരി ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഇതിനെ ശരിക്കും ഹൊഗനക്കൽ വാട്ടർഫോൾസാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നാഗ്ര ഫോൾസ് ഓഫ് ഇന്ത്യ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഹൊഗനക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കർണാടക വേർഡിൽ നിന്ന് വന്നതാണ്. ഹൊഗനക്കൽ എന്ന് പറഞ്ഞാൽ സ്മോക്കി റോക്സ് എന്നാണ് അർത്ഥം. അതെന്തുകൊണ്ട് അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല, സ്മോക്കി റോക്സ്. ഹൊഗനക്കലിൻ്റെ മീനിങ് കന്നഡയിൽ ശരിക്കും അങ്ങനെയാണ് അർത്ഥം. നാഗ്ര ഫോൾസ് ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അത്രയ്ക്ക് വലിയ, അതായത് വൈഡ് ആയിട്ടുള്ള ഒരു ഫോൾസാണ്, വാട്ടർഫോൾസാണ്. ഇവിടെ നമ്മൾ കന്യാകുമാരിയിലൊക്കെ കാണുന്ന പോലത്തെ ഇതേപോലത്തുള്ള സ്റ്റോളുകളൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് അട്രാക്ഷൻ പോലെ. നല്ല മീനിൻ്റെ മണം. ഇവിടെ ശരിക്കും ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ സംഭവം. ഇവിടെ വന്നപ്പോൾ മുകളിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ നമ്മുടെ പുറകെ നടക്കുമായിരുന്നു.
ഫിഷ് വാങ്ങിക്കൊടുത്താൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ഫിഷ് ഫ്രൈ ആക്കി ചെയ്തതാണ്. ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരുപാടടുത്ത് ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ ബോട്ട് റൈഡ് എടുത്തിട്ട് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൊഗാനക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും കന്നഡയിൽ സ്മോക്കി റോക്സ് എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലിൽ വന്ന് ഇതിൻ്റെ ഈ വാട്ടർഫോളിൽ ഇത് അടിച്ചിട്ട് ഒരു മിസ്റ്റ് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് സ്മോക്കി റോക്സ് എന്നുള്ള പേര് വരാൻ കാരണം. അത് കന്നഡയിൽ ഹൊഗനക്കൽ എന്ന് പറയാൻ കാരണം. ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരുപാട് കേരള വണ്ടിയൊക്കെ ഞാൻ കണ്ടായിരുന്നു അവിടെ പാർക്കിംഗ് സ്ഥലത്ത്. ഇതെല്ലാം കായൽ മീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, എല്ലാം ഏതാണ്ട് ഒരുപാട്. ശരി, പാക്കലാം. മുമ്പോ എൻ്റെ സൈസ് നോക്കിയേ. ഇതിലാണ് നമ്മൾ ബോട്ട് റൈഡ് നടത്താൻ പോകുന്ന സാധനം. കൊട്ടാഞ്ചി ഹംപിയിൽ പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ട്. ഹംപിയിൽ പോകുമ്പോഴത്തേക്ക് ഇതേപോലത്തെ ഉള്ള കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടല്ല, ഒരിക്കൽ പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അവിടെ ഇത്രയും വലിയ വാട്ടർഫോൾസ് ഒന്നുമില്ല. இல்லை உனக்கு வந்து எக்ஸ்ட்ரா பிளேஸ் வேணுமா, சுற்றி காட்டி அதில் ஃபுல் ஆல் பிளேஸ் வேணுமா உங்களுக்கு? ஆல் பிளேஸ்ல என்ன இருக்கு? வேற என்ன இருக்கு? ஆல் பிளேஸ்னா அங்கே ஒரு 5 ஃபால்ஸ் பார்க்கலாம். 5 ஃபால்ஸா? 5 ஃபால்ஸு. அது வந்து இங்கேருந்து டோட்டலாக எடுத்துக்கிட்டிங்கன்னா ஒரு 3 கிலோமீட்டர் வரும். 4 கிலோமீட்டர் வரும். ஓகேவா? நம்ம இந்த வழி போயிட்டு நம்ம அங்கே கண்ணாடி கொண்டு வந்துச்சு இல்லையா அந்த முன்னாடி கார் பார்க்கிங் சொன்னப்போ அங்கே கொண்டு போய் விட்டுடுவேன். 1 மணி நேரம்னா 1500 ரூபா. ஏதோ நமக்கு ஃபால்ஸ் கிட்ட போயிட்டு ரவுண்டெல்லாம் பண்ணி கூட்டிகிட்டு வந்தால் ஒரு 200-300 நம்ம திருச்சி வாங்கலாம். ഓക്കേവാ? നിങ്ങൾക്ക് പറയുന്ന പ്ലേസ് നമ്മൾ 1500 ഒരു ബോട്ട് റൈഡാണ് എടുത്തേക്കുന്നത്. 1500 ഇവർ പറയുന്നത് പറഞ്ഞാൽ നോർമലായിട്ട് ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടെ ഫുള്ള് കറങ്ങിയിട്ട് വരും. പിന്നെ എക്സ്ട്രാ ഇവിടുത്തെ കുറേ ഷൂട്ടിംഗ് സ്പോട്ടൊക്കെ ഉണ്ട്. മുമ്പ് ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുള്ള കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അവിടെ പോകുന്നെങ്കിൽ എക്സ്ട്രാ ഒന്നുകിൽ ഇവർക്ക് ഈ ബോട്ട് റൈഡ് നമ്മളെ കൊണ്ടുവന്ന ആ ചേട്ടന് ഒരു 800 രൂപയൊക്കെ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി തന്നെ കൊണ്ടുപോകും. അല്ലാതെ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ 2500 ആണ് അവർ പറയുന്നത്. ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെ നിന്ന് കൊടുക്കുക. കുറച്ച് പഴയതാണ്, കുഴപ്പമില്ല. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ബോട്ട് റൈഡ്. ഈ പുള്ളിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ തൊട്ടാ കാശാണ് കേട്ടോ. പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും, അത് വേറെ കാര്യം. ഞാൻ ആക്ച്വലി ഇവിടെ വരുന്നതിന് മുമ്പ് കുറേ വീഡിയോസൊക്കെ നോക്കിയായിരുന്നു യൂട്യൂബിലൊക്കെ. അതിലൊക്കെ കണ്ട അത്രയും തിരക്കില്ല, ആക്ച്വലി തിരക്ക് കുറവാണ്. ശ്വേതയ്ക്ക് ഇവിടെയൊക്കെ പരിചയമുണ്ട്. അല്ല, അതേപോലെയാണ് നടക്കുന്നത്. കണ്ട മനസ്സിലായ എന്നാ സ്റ്റാർട്ടിങ്. ആൾക്കാരെല്ലാം കയറുന്നുണ്ട്. അത്യാവശ്യം വെയിലുണ്ട്. വരുന്നവർ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വരിക. പേടിയുണ്ടോ? പേടിയില്ലേ? ഭയമായിരിക്കാം. ശ്വേത കുറച്ച് അഡ്വഞ്ചറസ് പേഴ്സണാണ്. അതുകൊണ്ട് വെള്ളത്തിൽ പോയാൽ നീ തന്നെ ബഞ്ചി ജമ്പിങ് എല്ലാം പണിയെടുക്കാൻ. സ്കൂബ ഡൈവിങ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നീന്തൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് പണിയെടുക്കുക. അപ്പടിയാ? വേറെ ലെവല്. പതുക്കെ വെള്ളത്തിൽ പോവല്ലേ. എനിക്ക് വെയിറ്റാണ് കുറച്ച് പേടി. ആദ്യം കുറച്ച് പേടിയുണ്ടെങ്കിൽ പിന്നെ അത് ശീലമായിക്കോളൂ. എനിക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയുണ്ട്. ഹൊയ് 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 ഹൊയ്. നൈസ് എക്സ്പീരിയൻസ്. കൊള്ളാം കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മുകളിൽ കൂടെ ഏതോ പാലം. ഇത് ശരിക്കും ഒരു കോറി പോലെ ഉണ്ട് കേട്ടോ. ഈ കല്ലൊക്കെ എടുക്കൂലേ, അതിൻ്റെ നടുക്കൂടെ വെള്ളം ഒഴുകുന്ന പോലെ ഉണ്ട്. ആ ഒരു വാട്ടർഫോളിൻ്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട്. ദൈവമേ, ഓടിയിട്ട് കറക്കുന്നു. അമ്പോ, അതുണ്ടോ? അതെപ്പോ അയ്യാ. ഓ ഹോ 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 ഹോ. ഇതാണ് വാട്ടർഫോള്. ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഇതിനപ്പുറത്തോട്ട് ഇല്ല കേട്ടോ. അവിടെ അത്രേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോൾ മിക്കവാറും നനയാൻ സാധ്യതയുണ്ട്. മഴ വെള്ളം തെറിക്കുന്നുണ്ട് അത്യാവശ്യം.
പോകും കലാറങ്ങനെ. എന്റെ ദൈവമേ, സംഭവം കാണുന്ന പോലെ അല്ല കേട്ടോ. ഇവിടെ കണ്ടപ്പം ബാക്കിയുള്ളവരൊക്കെ ഇറക്കണ കണ്ടപ്പം നല്ല സുഖമായിരുന്നു. ഇത് സ്വന്തമായിട്ട് ഇറങ്ങിക്കാൻ മനസ്സിലായി. തലയിറക്കം ഉള്ളവർ ഇത് ട്രൈ ചെയ്തത്, അല്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ട് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ. ഓ, ഇതിനാ പുള്ളി അതിനകത്ത് ബിസിനസ്. അത് കൊള്ളാം. படகம்படை கலவு காவேரி அங்கிருந்து தண்ணி வருதுங்கண்ணா. இது இது தண்ணி அங்கிருந்து ஜாஸ்தி வரும்போது ஃபுல்லா ஒரு அந்த மலையில இருக்கு இல்லையா, துணிலாம் மாட்டி இருக்கு இல்லையா, அது ஃபுல்லா இது ஃபுல்லா தண்ணி முழுகிடும். ஓகே, ஆல் பிளேஸ் இது தெரியாது. அப்பெல்லாம் போட்டிங் அலோடு இல்லை மேடம். அப்போ வந்து தண்ணியில இருக்கும். அப்போ வந்து ஒரு 15 நாள் ஒரு மாசத்துக்கு தண்ணி நிப்பாட்டிடுவாங்க. அது எந்த மந்த்? ஆடி மாசம், ஆகஸ்ட், ஜூன், ஜூலை, ஆகஸ்ட். ஓ, ஜூன், ஜூலை, ஆகஸ்ட் ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഭയങ്കരമായ വെള്ളമായിരിക്കും. போட்டிங் இருக்குன்னா வேற வழியை கொண்டு போவோம். அப்பெல்லாம் ஒரு வெள்ளச்சாட்டம்னா ஒரு 40 வெள்ளச்சாட்டம் காணும். அப்படியா? அப்போ ஆகஸ்ட் இல்லை, இப்போ இன்னைக்குல கொண்டு போவோம். அப்போ வந்து கவர்மெண்ட்ல அலோடு இல்லை. ஆனால் அப்போ இவ்வளோ கூட்டம் இருக்காது. அப்போல்லாம் கூட்டம் வந்து அப்போ வெயில் கம்மி. அப்போ வெயில் குறைவானால ஜாஸ்தி பெங்களூருக்கார் ஜாஸ்தி வருவாங்க. அப்போ ஹிந்திக்காரங்க பெங்களூருக்கார் தான் ஜாஸ்தி வருவாங்க. வெயில் தெரியாது அல்லனா கேட்டா. ஐயா, പുള്ളി വെയിലടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തതാ. വാട്ടർ ട്രീറ്റ്മെന്റ് இந்த மாதிரி வெள்ள அடிக்குமா? ஐயோ, കുറച്ചുണ്ടാക്കിലും ഒർഗാനിക്കൽ മെയിൻ இதுதான். കാവേരി നദിയുടെ നടുക്ക് പൈനാപ്പിൾ. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം நிறைய பிடிச்சி போகிறாங்க. கிருஷ்ணகிரி போயிட்டேன். ரூட்டு கிருஷ்ணகிரி போனால் ஹைவே வரும், நேராக ஒசூர் டு பெங்களூர். வீடு ஹவுஸ் இருக்குல்ல, அதில் கர்நாடகா. ஓ, அதுதான் பார்டர். அதுதான். ஓ, இந்த வீரப்பண்ணி மலை, இது வீரப்பண்ணி இருக்குல்ல, அந்த சைடு தாங்க. சத்தியமங்கலம் சேர்ந்தது. സത്യമംഗലം സൈഡ്. ഓ, അതാണ് ബോർഡർ കേട്ടോ. അവിടെ കാണുന്ന വീരപ്പൻ്റെ സത്യമംഗലം കാടിന്റെ സൈഡ് വരുന്ന ഇവിടുന്ന് அவங்க காடு வீடு எல்லாம் இங்கிருந்து 7 கிலோமீட்டர் இருக்கு. ஓ, ஒரு 1 மணிக்கு 12 மணிக்கு 12 எடுத்துடுவோம். அந்த மாதிரி திருப்பி வந்து 3:30 பஸ். இங்கெல்லாம் எவ்வளோ வீடு இருக்கு? அதான் இருக்கு. அங்கெல்லாம் ஒரு 100 வீடு இருக்கு. தமிழ்நாடு இந்த சைடுமா? இந்த சைடு தான் தமிழ்நாடு. இதெல்லாம் பூரா இந்த சைடு ஃபுல்லா கர்நாடகா. அந்த சைடு ഈ സൈഡ് ஃபால்ஸ்ல அங்க இருந்து ஒரு 1.5 கிலோமீட்டர் போகணும் அந்த சைடு. நரன் முள்ளிவெளி படம். ஓ, அது இங்க எடுத்தது. പോളങ്ങ റോജ, റിതം, ഇന്ത്യൻ, അങ്ങനത്തെ കുറേ പടങ്ങളിലൂടെ. പടം பார்த்தீங்களா? ഇല്ല, അതിൽ തന്നെ ആ പാട്ട് റിതം മൂവി സോങ്. தெரியும். ഓ, ഓക്കെ. ഓ, റിതം മൂവിയിലെ സോങ്സ് ഒക്കെ ഇവിടെ എടുത്ത്. റോജ മൂവിയിലെ സോങ് തന്നെയാണ്. ரோஜா மூவில சாங் ருக்குமணி அக்கம் பக்கம் என்ன சத்தம், அதெல்லாம் இங்க தான் எடுத்தது. ஓஹோ, அரவிந்த் சாமி. റോജ മിക്കവാറുള്ള തമിഴ് പടങ്ങളിലെ പഴയ കുറേ സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ് ഇതെന്നാണ് പറയുന്നത്. പിന്നെ നരൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കറിഞ്ഞൂടാ. ആണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, അതിൽ കൊടുത്തിട്ടുണ്ട് നരൻ മൂവിയുടെ ഒരു കുറേ സിഗ്നിഫിക്കൻറ്റ് പോർഷൻസ് കാവേരി നദിയിലാണ് എടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി ഹൊഗനക്കൽ ഫാൾസിൻ്റെ ചുറ്റുവട്ടത്താണ് അതിൽ കുറേ പോർഷൻസ് എടുത്തേക്കുന്നത്. കൊള്ളാം. ഈ ബാക്ക് ഡ്രോപ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ നരൻ മൂവിയിൽ കണ്ട ഒരു ലൊക്കേഷൻ പോലെ തോന്നുന്നുണ്ട്. പുള്ളി പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും കറക്റ്റാണ് പറഞ്ഞത്. ഓഹോ,
ஏதாச்சும் சொல்லுங்க அக்கா. சொல்லுங்க அக்கா, எப்படி இருக்கு எக்ஸ்பீரியன்ஸ்? எப்படி இருக்கு? நல்லா இருக்கீங்களா அக்கா? சொல்லுங்க அக்கா, எப்படி இருக்கு எக்ஸ்பீரியன்ஸ்? எப்படி இருக்குன்னு சொல்லு. നൈസാ. ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും കുറച്ച് നല്ല പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, കുറച്ചുകൂടി സൂപ്പറായിരിക്കും ഈ ബോട്ട് റൈഡ്. റിലാക്സിങ് ഇൻ ദ മിഡിൽ ഓഫ് കാവേരി നദി. നൈസ്, ഫീൽസ് ഗുഡ്. വേറൊരു ഫോൾസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫോൾസോടെ പേരെന്താണ്? ഇത് പൈപ്പാസ്. എന്നത്? ഐന്തരുവി. ഓക്കെ ഓക്കെ, ഐന്തരുവി. 5 falls, 5 അരുവികൾ. ഇപ്പോൾ ചെറിയൊരു വാട്ടർഫോൾസിനകത്തോട്ട് പോവാണ്. ഒരു കേവ് പോലെ ഉണ്ട്. ഇവിടെയൊക്കെ പതഞ്ഞ് വെള്ളം ഇങ്ങനെ വീണിട്ട് പതഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം. അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. ഇതാണ് 5 falls എന്ന് പറഞ്ഞത് കേട്ടോ. 1 2 3 4 5. അതുകൊണ്ടായിരിക്കും 5 falls എന്ന് പറഞ്ഞത്. 5 വാട്ടർഫോൾ ഇങ്ങനെ ചേർന്ന് വന്ന കുട്ടി കുട്ടി വാട്ടർഫോൾസ്. കുളിച്ചിട്ട് സൂപ്പറായിരിക്കാം. ഇവിടെ ഒരാള് കണ്ട നനഞ്ഞ കോഴിയെ പോലെ കൊണ്ട് ഒരു ഞണ്ടിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആ ഇല്ല വേണ്ട 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 പിടിക്കണ്ട, വേണ്ട വേണ്ട, അയ്യോ വേണ്ട വേണ്ടെണ്ണ വേണ്ടെണ്ണ. ചെറിയൊരു ബോട്ട് ട്രിപ്പിൽ തുടങ്ങിയതാണ് ഇത്, നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പായിട്ട് മാറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. அப்படியே மேலே ஃபோட்டோ கிட்ட எடுங்க. ഫോട്ടോ എടുത്തിട്ട് அந்த സൈഡിലെ പാൽസ് കൊടുത്തത്. ഇവിടെ നമ്മളെ ഒരു സ്ഥലത്തും കൊണ്ട് ഇറക്കിയിട്ട് ഇവിടെ ഫോട്ടോ എടുക്കുന്നവർക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു സൈറ്റ് സീയിങ് ഒരു സ്പോട്ടൊക്കെ ഉണ്ട്. ഒന്ന് മൊത്തം നല്ല മെലീസാ. ഇവിടെയാണ് ഫുള്ള് മസാജ് ഒക്കെ ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ഈ പറഞ്ഞ പോലെ ഈ ബോട്ടിങ്ങിൻ്റെ കൂടെ തന്നെ വേറൊരു അട്രാക്ഷനാണ് ബോഡി മസാജ്. ആൾക്കാരൊക്കെ വന്ന് ഇസ്താൻബുളിലൊക്കെ കാണുന്ന പോലെ ഹമാമില്ലേ, അതേപോലത്തെ ഒരു വേർഷനാണ്. ഫുള്ള് ഇവർ സോപ്പിട്ട് ഫുള്ള് തേച്ചരച്ച് കുളിപ്പിക്കും. എനിക്കത് ഭയങ്കര റിഫ്രഷിങ് ആയിരിക്കണം, അതാണ് എല്ലാവരും. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. ഫുള്ള് ഇത് ഒരു നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു ഫുള്ള് മസാജ് ചെയ്യാനായിട്ട്. ബോഡി മസാജ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഇവർ കുളിപ്പിക്കും. വേണ്ട നാച്ചുറൽ ബാത്ത്. ഞങ്ങൾ ഇവിടെ സൈഡിലൊരു അക്ക സുടുസുട എന്താ ബോളി ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു, കഴിച്ചു നോക്കാം. ഇതെന്ത് ബോളിയാ? പരിപ്പ് ബോളി. നമ്മൾ അവിടുത്തെ ഉള്ളത് പോലത്തെ അല്ല, കുറച്ചുകൂടി കട്ടിയുള്ളതാണ്. നമ്മുടെ ഈ മുന്തിരിക്കൊത്തില്ലേ, മോദകത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ശരിക്കും. ബോളിയുടെ ടേസ്റ്റ് ഇല്ല. അങ്ങനെ ബോട്ട് റൈഡ് കഴിഞ്ഞേ, ഇനി അടുത്ത് എന്തെങ്കിലും കഴിക്കണം, നല്ല വിശപ്പുണ്ട്. നമ്മളെ കൊണ്ടുവന്ന പുള്ളിക്കാരൻ തന്നെ ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, തമിഴ്നാട് ഹോട്ടലാണ്. ഇതുകൊണ്ട് പിന്നെ ഒരു കൃഷ്ണ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്തായാലും ഒരു ഫിഷ് ട്രൈ ചെയ്യണമെന്നുണ്ട് ഇവിടുത്തെ. ഇവിടെ നമ്മുടെ ബോട്ട് ചെയ്തതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. അവിടെ നിന്ന് നമ്മൾ ജിലേബി ഫിഷ് ഫ്രൈ മീൽസ്. ചൂട് ഉഗ്രം ചൂട്. കൊള്ളാം കേട്ടോ. സിമ്പിൾ ഒരു മീലാണ്, പക്ഷെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ അധികം ഫോണ് താഴെ വെച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം പുറകിലൊക്കെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, ഒന്ന് എടുത്തുകൊണ്ട് ഓടും. ഇത് ശരിക്കും നമ്മളൊരു സ്കാമിൽ പെട്ടതിൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാണ്. ഹൊഗനക്കിൽ വരുന്ന ആരാണെങ്കിലും, ഏത് സ്ഥലത്തുനിന്ന് വരുന്നവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാനുള്ളതാണ്. ഇവിടെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ആദ്യം ഈ ബോട്ട് റൈഡിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ എൻട്രൻസ് ഒരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് 100 രൂപ മേടിച്ച എൻട്രൻസിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഒരാൾ ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് സൈഡിൽ വന്നിട്ട് പറഞ്ഞു ബോട്ട് റൈഡ് ഉണ്ട്,
ഗവൺമെൻറ് കാശാണ്, ഫിക്സ്ഡ് ആണ്, 1500 രൂപ എന്നാണ് പറഞ്ഞത്. 1500 രൂപ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അയാൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എക്സ്ട്രാ 1500 രൂപയ്ക്ക് എല്ലാവരും പോകുന്ന ഒരു സ്ഥലമുണ്ട്, കോമൺ ആയിട്ടൊരു ഏരിയ ഉണ്ട്, അവിടെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ ഒന്ന് കറക്കിയിട്ട് ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോൾസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണിച്ചിട്ട് 45 മിനിറ്റ്സ് ഏത് വരെ പോവോ അതുവരെ പോയിട്ട് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. അതാണ് 1500 രൂപയ്ക്ക്. എക്സ്ട്രാ നമ്മൾ അങ്ങേർക്ക് ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ അയാൾ ആദ്യം പറഞ്ഞത് ടോട്ടൽ 1500 രൂപ വിടാം, പിന്നെ ഒരു എക്സ്ട്രാ ഒരു 1000 രൂപ കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ദൂരമുണ്ട്, 1 മണിക്കൂർ കൂടി കറങ്ങിയിട്ട് അവിടെ ഒരു 5 വെള്ളച്ചാട്ടമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. 5 വെള്ളച്ചാട്ടമുണ്ട്, അതും കൂടി കവർ ചെയ്തിട്ട് ഞങ്ങളെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. അതായത് എക്സ്ട്രാ ഈ 1000 കൊടുക്കുന്നത്, അപ്പോൾ ടോട്ടൽ 2500 അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോയി ആദ്യ ആൾ ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു ഓക്കെ അത് ഫുള്ളായിട്ട് കറങ്ങാം, ഈ 5 വെള്ളച്ചാട്ടം അടുത്ത് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഫുള്ളായിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം നല്ല രീതിയിലാണ് ഞങ്ങളത് പെരുമാറിയത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഞങ്ങൾ പോവാൻ, ഞങ്ങൾ ഫുള്ളായിട്ട് കറങ്ങിയിട്ട് വേറൊരു സൈഡുണ്ട് അവിടെ കൊണ്ട് ഇറക്കി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ശരി, അയാൾ ഞങ്ങളുടെ അടുത്ത് നല്ലതായിട്ട് പെരുമാറിയുണ്ട്, ഞങ്ങളുടെ അടുത്ത് അങ്ങനെ രീതിയിൽ കള്ളതുകൊണ്ട് അയാൾ ആദ്യം പറഞ്ഞുകൊണ്ട് 2500 ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരി പൊക്കോളാൻ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടൊരു സ്ഥലത്ത് കൊണ്ടുപോയി. അത് എൻഡ് ചെയ്യുന്നൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ വെച്ചാണ് അയാൾ പറയുന്നത് എക്സ്ട്രാ ഇനി ഒരു 2500, ഞങ്ങളുടെ ടോട്ടൽ 4000 3 പേർക്ക് ഒരു ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ്സ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ആ വാട്ടർഫോൾസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, വർത്തായിരുന്നു തോന്നി 2500. പക്ഷേ ഈ 4000 റുപ്പീസ് പ്ലസ് അയാൾക്കുള്ള ടിപ്പും അതൊരു 200 രൂപ ഞങ്ങൾ അത്രേ കൊടുത്തുള്ളൂ. അതും ചേർത്തിട്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് 4200 രൂപയാണ് മേടിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ഇവിടെയുള്ള ഒരു അക്കയാണ് പറഞ്ഞത് ഞങ്ങളെ നന്നായിട്ട് പറ്റിച്ചിട്ടുണ്ട് അയാൾ. കാരണം എന്ന് പറഞ്ഞാൽ 1500 റുപ്പീസാണ് ഇവിടുത്തെ ഫിക്സ്ഡ് റേറ്റ്, പ്ലസ് നമുക്ക് അയാൾ എന്തെങ്കിലും എക്സ്പീരിയൻസ് അവിടെ ചെന്ന് എന്തെങ്കിലും നമുക്ക് അവിടെ കുളിക്കാനോ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ അയാൾ വെയിറ്റ് ചെയ്യും, അതിന് ഒരു ടിപ്പ് മാത്രമാണ് എക്സ്ട്രാ ചോദിക്കുന്നത്. അതൊരു 1000 മാക്സിമം 2500 ആണ് മാക്സിമം ആവുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 4200 രൂപയാണ് ഇങ്ങനെ മേടിച്ചത്. ഇത് ആദ്യം പറഞ്ഞപ്പോൾ ഇയാൾ ഇത് വരുന്നവർ ശ്രദ്ധിക്കാവുള്ളതെന്ന് പറഞ്ഞാൽ ഇവർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന സമയത്ത് ഇവർ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. അതായത് എസ്പെഷ്യലി ഈ ഒരു കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ വേറെ തമിഴ്നാട്ടിലോ അല്ലാതെ വേറെ എവിടെയെങ്കിലും വരുന്ന ആൾക്കാരാണെങ്കിൽ അതാണ് ഇവര് എനിക്ക് തമിഴ് അറിയാം, ശ്വേത സേലത്തിൽ നിന്നാണ്, ഇവർ രണ്ടുപേരും തമിഴാണ്. എന്നാൽ പോലും അയാൾ പറഞ്ഞ് ഞങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിച്ച രീതി ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഇയാൾ ലാസ്റ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 2500 എക്സ്ട്രാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കൺഫ്യൂസ്ഡ് ആയിപ്പോയി, ഇയാൾ ആദ്യം പറഞ്ഞ ഇതായിരുന്നോ എന്നുള്ള രീതിയിലാണ് ഇവർ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം വരുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നിങ്ങൾ എത്രയാണ് ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ അയാളുടെ കയ്യിൽ എത്രയാണ് കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ പോകാനായിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കാമിലാകപ്പെടും. എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് വരുന്നവരെല്ലാവരും ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് അറിയാമെന്നുള്ളതും പറയുക. ഇവിടെ ഇങ്ങനൊരു സ്കാം നടക്കുന്നുണ്ട്, ഇത് ഞങ്ങളായിട്ട് കണ്ടുപിടിച്ചതല്ല, ഞങ്ങൾക്കിത് ഐഡിയ ഇല്ലായിരുന്നു. കാരണം ഇത്രയും രൂപ മേടിച്ചത് I was thinking at least 3000 rupees is okay-ish amount for what we experienced, but 4000 is something that's not acceptable. So I was actually confused, like if we had got cheated or was that the original amount. Then நாங்கள் on the way வந்து சாப்பிட்றப்போ we got to know அந்த மாதிரி டோட்டலாக 2500 எக்ஸ்ட்ரா டிப் கொடுக்கலாம் அப்படிதான் சொன்னாங்க. അതാണ് ഇവിടെ ഞങ്ങൾ കഴിക്കാൻ നിന്നപ്പോഴത്തേക്കും ഇവിടുത്തെ തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ കൊടുക്കാൻ പോയത്, ഇവിടെ ഉള്ള ഒരാളാണ് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് അങ്ങനെ കൊടുക്കാൻ പോയതെന്നാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ശരിയാണ്, ഞങ്ങൾ വേറൊരു സ്ഥലത്തായതുകൊണ്ടാണ്, ഞങ്ങൾക്ക് ആ പരിചയമില്ലാത്തൊരു സ്ഥലത്തായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരബദ്ധം പറ്റിയത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു നിൽക്കാൻ, ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് അയാൾ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ 2500 എക്സ്ട്രാ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മുഖം മാറി. ഞങ്ങൾ ഇതിന് ഡൗട്ട് അടിച്ചപ്പോൾ അയാളുടെ മുഖമൊക്കെ അങ്ങ് മാറി, ആദ്യം കണ്ട ആളെ അല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഒരു 2500-നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതിൽ കൂടുതലാണെങ്കിൽ മാത്രം അത് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ബോട്ട് റൈഡ് എടുക്കുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇതേപോലുള്ള എക്സ്പീരിയൻസ് ഇതാണ് നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ കുറച്ചുകൂടി കോഷ്യസ് ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും. ശരിയാണ്, ഞാനും ചോദിക്കണമായിരുന്നു, അത് ഞാൻ ചോദിച്ചില്ല. കാരണം എനിക്ക് ഒരു പരിചയമുള്ള സ്ഥലത്ത് അയാൾ പറഞ്ഞ് കൺഫ്യൂസ്ഡ് ആയപ്പോൾ ഇവർ തമിഴായിട്ട് ഇവർക്ക് പോലും മനസ്സിലായില്ല.
അപ്പോൾ ഓക്കെ, ശരിയാണ്. എന്തായാലും ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി. സോ ഇതേപോലെയല്ല ഇതിനേക്കാളും നല്ല എക്സ്പീരിയൻസ് ഉള്ള വീഡിയോസായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ ബൈ.